ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി പ്രസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള ബേസിക് സയൻസിലെ 4ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക് സയൻസിലെ 4ാമത്തെ ചാപ്റ്ററായ പൂക്കാം കായ്ക്കാം എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പാഠഭാഗം പോലെ തന്നെ കുറേ പൂക്കളും അതുപോലെ കായ്കളും ഒക്കെ അടങ്ങിയ ഒരു ചിത്രമാണ് ആ ചാപ്റ്ററിൽ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതാ ഇവിടെ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എല്ലാ പൂക്കളിൽ നിന്നും ഇതുപോലെ കായ്കൾ ഉണ്ടാകുമോ ടീച്ചർ? ഇപ്പോൾ സ്കൂൾ മുറ്റത്ത് കുറേ കുട്ടികളും അധ്യാപകരും കൂടി ചേർന്നിട്ട് പൂവുകളും അതുപോലെ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവർ പൂവുകളൊക്കെ പരിശോധിച്ച് നോക്കിയിട്ട് കായ്കളൊക്കെ നോക്കിയിട്ട് എല്ലാ ചെടികളിലും ഇതുപോലെ എല്ലാ പൂക്കളിൽ നിന്നും ഇതുപോലെ കായ്കൾ ഉണ്ടാകുമോ ടീച്ചർ എന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ സംശയം ശ്രദ്ധിച്ചില്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പം നമുക്കറിയാം എല്ലാ പൂക്കളിലും എന്തുണ്ടാകത്തില്ല? കായ്കൾ ഉണ്ടാകത്തില്ല. നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന ചില പൂക്കളാണ് താഴെ ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. ഇതിലേതെല്ലാം പൂക്കൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? കൂട്ടുകാരുമായി ചേർന്ന് ചിത്രത്തിലെ പൂക്കൾ തിരിച്ചറിയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ്? ഇതൊക്കെ നമ്മളെ വീട്ടിൻ്റെ ചുറ്റുഭാഗത്ത് ഉള്ള ഇതാണ്. ഇതൊരു വലിപ്പത്തിൽ കൊടുത്തിരിക്കുന്ന അതുകൊണ്ടാണ് ഈ ഒരു മഞ്ഞപ്പൂവ്. ഇതാണ് മുക്കുറ്റി എന്ന് പറയുന്നത്. ഇനി ഈ കാണുന്നത് തുമ്പപ്പൂവാണ്. ഇപ്പോൾ നമ്മുടെ ഈ സമയത്തൊക്കെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു പൂവാണ് ഈ തുമ്പപ്പൂ. ഓണത്തിനൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തുമ്പപ്പൂ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു നല്ല പൂവല്ലേ, എൻ്റെ ഒരു ഭംഗി കണ്ടോ? ഇതാണ് നമ്മുടെ തൊട്ടാവാടിയുടെ പൂവാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പരിചിതമായ പൂക്കളാണ്. ഇനി ഈ കാണുന്നത് എല്ലാവർക്കും അറിയാം, നമ്മൾ വിഷുവിന് കണി കാണുന്ന കണിക്കൊന്നയാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ പൂക്കളും ഒരുപോലെ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്തൊക്കെ കാര്യങ്ങളിലാണ് അവ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ചുറ്റുപാടുമുള്ള പൂക്കളെ നിരീക്ഷിക്കൂ. അവയുടെ വൈവിധ്യം തിരിച്ചറിഞ്ഞ് പട്ടിക പൂർത്തിയാക്കാൻ ഇവിടെ ഒരു പട്ടികയും തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? കുറച്ച് പൂക്കൾ അതിന് പേര് തന്നിട്ടുണ്ട്, അതിന് നിറം തന്നിട്ടുണ്ട്, മണമുണ്ട്, ഒറ്റപ്പൂവാണോ പൂങ്കുലയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതളുകളുടെ എണ്ണം ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കിപ്പോകാം. അപ്പോൾ ഇവിടെ റോസാപ്പൂവ്, നിറം ചുവപ്പാണ്, മണമുണ്ട്, ഒറ്റപ്പൂവാണ് ഈ റോസാപ്പൂ എന്ന് പറഞ്ഞത്. ഇതളുകളുടെ എണ്ണം ചോദിച്ചാൽ ധാരാളം ഇതളുകളുണ്ട്. ഇനി നമുക്ക് അങ്ങനെ കുറേ ചെടികളെ നോക്കാം. ഇനി മുല്ലപ്പൂവാണെങ്കിൽ അതിൻ്റെ നിറം എന്താണ്? വെള്ളയാണ്, അതിന് നല്ല മണമുണ്ട്, അതും ഒറ്റപ്പൂവായിട്ടാണ് ഉള്ളത്. ഇനി ഇതളുകളുടെ എണ്ണം എന്ന് പറയുന്നത് അതിലും ധാരാളം ഇതളുകളുണ്ട്. ഇനി നമുക്ക് ചെമ്പരത്തിപ്പൂ നോക്കാം. ചെമ്പരത്തിപ്പൂവിന് നിറം ചുവപ്പാണ്. മണമുണ്ടോ എന്ന് ചോദിച്ചാൽ മണമില്ല, അതും ഒരു ഒറ്റപ്പൂവാണ്, അതിനും ധാരാളം ഇതളുകൾ ഉണ്ട്. ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ 2ൽ കൂടുതൽ ഇതളുകളുണ്ട്. ഇനി അതുപോലെ ഉള്ള ചെടികളൊക്കെ കുട്ടികൾക്ക് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നിരീക്ഷിച്ച വിവിധ പൂക്കളുടെ നിറം, മണം, ഇതളുകളുടെ എണ്ണം എന്നിവ വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കിയല്ലോ. പൂക്കൾക്ക് ഇതളുകൾ മാത്രമാണോ ഉള്ളത്? അപ്പോൾ പൂക്കൾക്ക് ഇതളുകൾ മാത്രമാണോ ഉള്ളത്? അല്ല, മറ്റു ഭാഗങ്ങളുമുണ്ട്. അതിന് തണ്ടുണ്ട്, അതിന് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവ നിരീക്ഷിച്ച് എല്ലാ പൂക്കളിലും ഭാഗങ്ങൾ ഒരുപോലെയാണോ എന്ന് നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ പൂക്കളുടെ ഭാഗങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. അതിനായി ഒരു ചെമ്പരത്തിപ്പൂവ് നിരീക്ഷിക്കുക. അപ്പോൾ നമ്മൾ കുട്ടിക്കാലം മുതലേ പരീക്ഷണം നടത്തി വരുന്ന ഒരു പൂവാണ് ചെമ്പരത്തിപ്പൂ എന്ന് പറയുന്നത്. ഏതൊക്കെ ഭാഗങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞ് പറയാൻ കഴിയുന്നുണ്ട്? അറിയാവുന്ന ഭാഗങ്ങൾ ചുവടെ നൽകിയിരിക്കുന്ന ചിത്രത്തിൽ രേഖപ്പെടുത്താനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ ഒരു ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. ചെമ്പരത്തിപ്പൂവിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ്? ചെമ്പരത്തിപ്പൂവിന് അതിന് ഇതളുകളുണ്ട്. അതിൻ്റെതായ ഈ ഒരു ഭാഗത്തിന് വിതളം എന്നാണ് പറയുന്നത്. ഇനി ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതാണ് അതിൻ്റെ പൂമ്പൊടിയൊക്കെ വരുന്ന ഒരു ഭാഗമാണ്. പരാഗണമൊക്കെ നടക്കുന്ന ഒരു ഭാഗമാണ് ആ ഒരു ഭാഗമെന്ന് പറയുന്നത്. അപ്പോൾ പൂമ്പൊടിയാണത്.
ഇനി ഇതിന് ഒരു ഞെട്ടുണ്ട്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. വിതളമുണ്ട്, അതിൽ ദളങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയെല്ലാം ചേർന്നതാണ് നമ്മുടെ ചെമ്പരത്തി പൂവ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പൂവിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് താഴെ പട്ടികയിൽ നൽകിയിരിക്കുന്നത്. പട്ടിക വിശകലനം ചെയ്ത് പൂവിൻ്റെ പ്രധാന ഭാഗങ്ങളും അവയുടെ ധർമ്മവും സംബന്ധിച്ച കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കി നമ്മൾ ഇവിടെ കാണുന്ന ഒരുപാട് ഭാഗങ്ങൾ, ഒരു ചെമ്പരത്തി പൂവ് എടുത്തിട്ട് അതിൻ്റെ ഭാഗങ്ങളും ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് എന്ന് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു പട്ടികയും കൂടി തന്നിട്ടുണ്ട് കേട്ടോ, പട്ടികയും തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ചെമ്പരത്തി പൂവാണിത്. അപ്പോൾ ഇതിൻ്റെ ഭാഗങ്ങൾ ഇതിന് പ്രധാനമായിട്ടും അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ പൂഞ്ഞെട്ടാണ് ഈ കാണുന്നത്. ഇനി ഈ ഒരു ഭാഗം ഇതിനെ പുഷ്പാസന, പുഷ്പത്തിന് ഇരിക്കാനുള്ള ഒരു സ്ഥലമാണ് പുഷ്പാസനം. ഇനി ഇതാ ഈ കാണിക്കുന്ന ഈ ഒരു ഇല, ഇതിന് വിതളപുടം എന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു കാണുന്ന ദളങ്ങൾ, അതാണ് ദളപുടം. പിന്നെന്താണ് ഈ കാണുന്ന ഈ ഒരു പൂമ്പൊടി പോലെ വരുന്ന ഇതിനെയാണ് കേസരപുടം എന്ന് പറയുന്നത്. ഇനി ഇത് പുടവും പെൺപുടവുമുണ്ട്. അപ്പം ഇത് ജനിപുടമാണ്. ജനിപുടം എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗ അവയവവും കേസരപുടം എന്ന് പറയുന്നത് ആൺലിംഗ അവയവവുമാണ്. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ പൂവിൻ്റെ ഭാഗങ്ങളും അതിൻ്റെ ധർമ്മങ്ങളുമാണ് ഇവിടെ കോളത്തിൽ തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. പൂഞ്ഞെട്ട് എന്ന് പറഞ്ഞാൽ പൂവിനെ തണ്ടുമായി ബന്ധിപ്പിക്കുന്നതാണ് പൂഞ്ഞെട്ട്. അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ പഠിച്ച് വെക്കണം. ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റായിട്ട് നമ്മളോട് ചോദിക്കാം. അപ്പോൾ പൂവിനെ തണ്ടുമായി ബന്ധിപ്പിക്കുന്നതാണ് പൂഞ്ഞെട്ട്. ഇനി പുഷ്പാസനം. എന്താണ് പുഷ്പാസനം? പൂവിൻ്റെ മറ്റ് ഭാഗങ്ങൾക്ക് ഇരിപ്പിടമൊരുക്കുന്നതാണ് പുഷ്പാസനം. അപ്പോൾ പൂവിങ്ങനെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് പുഷ്പാസനമുണ്ട്. അപ്പോൾ പൂവിൻ്റെ മറ്റ് ഭാഗങ്ങൾക്ക് എന്ത് ചെയ്യുക? ഇരിപ്പിടം ഒരുക്കുക. അതിനെയാണ് നമ്മൾ പുഷ്പാസനം എന്ന് പറയുന്നത്. അടുത്ത് വരുന്നത് വിതളപുടമാണ്. അപ്പോൾ ദാ ഈ കാണുന്ന വിതളപുടം എന്താ ചെയ്യുന്നത്? വിതളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ് വിതളപുടം എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ വിതളങ്ങൾ ഉണ്ടായിരിക്കും. ഇങ്ങനെ കണ്ടോ ഇതിൻ്റെ ആകൃതി. വിതളങ്ങൾ ഒന്നിൽ കൂടുതൽ ചേർന്ന് രൂപപ്പെട്ടതാണ്. അപ്പോൾ വിതളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ് വിതളപുടം എന്ന് പറയുന്നത്. പൂമൊട്ടിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ പൂമൊട്ടായിരിക്കുമ്പോൾ ചെന്ന് നോക്കിയാൽ നമുക്കറിയാം ഈ പൂമൊട്ടിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് എന്താണ്? ഈ ഒരു വിതളപുടമാണ്. ഇനി അടുത്തതാണ് ദളപുടം. ദളപുടം എന്താ ചെയ്യുന്നത്? ദളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ് ദളപുടം എന്ന് പറയുന്നത്. അപ്പോൾ ദളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ് ദളപുടം. പൂവിന് ഭംഗിയും ആകർഷണവും നൽകുന്നത് ആരാണ്? ഈ ദളപുടമാണ്. അപ്പോൾ പൂവിന് ഭംഗിയും ആകർഷണവും നൽകുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം എന്താണ്? ദളപുടമാണ് പൂവിന് ഭംഗിയും ആകർഷണവും നൽകുന്നത്. അടുത്ത് വരുന്നത് കേസരപുടമാണ്. കേസരങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ് കേസരപുടം. പൂവിൻ്റെ ആൺ പ്രത്യുൽപാദന ഭാഗമാണ് കേസരപുടം എന്ന് പറയുന്നത്. അപ്പോൾ കേസരപുടം എന്ന് പറഞ്ഞാൽ ആൺ പ്രത്യുൽപാദന ഭാഗം, അതിനെയാണ് നമ്മൾ കേസരപുടം എന്ന് പറയുന്നത്. അതുപോലെ ജനിപുടം, പൂവിൻ്റെ പെൺ പ്രത്യുൽപാദന ഭാഗമാണ് ജനിപുടം. ജനിപുടത്തിൽ ഒന്നോ അതിലധികമോ ജനികൾ ഉണ്ടാകും. അപ്പോൾ ഈ ജനിപുടത്തിൽ എന്തുണ്ട് പ്രത്യേകത? ഒന്നോ അതിലധികമോ ജനികൾ എവിടെ ഉണ്ടാകും? ഈ ജനിപുടത്തിൽ ഉണ്ടാകും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പൂവിൻ്റെ ആ ഒരു ഭാഗങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ പൂവിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും വ്യത്യസ്ത ധർമ്മങ്ങളാണുള്ളതെന്ന് നമ്മൾ ഈ ഒരു പട്ടികയിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇവിടെ പറയുന്നു നിരീക്ഷിക്കാം, പഠിക്കാം. എന്താണ്? പൂവിൻ്റെ ഓരോ ഭാഗവും സൂക്ഷ്മമായി നിരീക്ഷിച്ചാലോ. അപ്പം നമ്മളിപ്പോൾ പൂവിൻ്റെ ഭാഗങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഈ ഓരോ ഭാഗങ്ങളെയും നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാൻ പോവുകയാണ്. അതിനുള്ള സാമഗ്രികളൊക്കെ ഇവിടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെല്ലാം സാമഗ്രികളാണ്? അപ്പോൾ ആവശ്യമായ സാമഗ്രികൾ വ്യത്യസ്തമായ പൂക്കൾ, അതുപോലെ ഹാൻഡ് ലെൻസ്, ഫോഴ്സ് സബ്സ്, വെള്ള പേപ്പർ എന്നിവ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു പൂവിൻ്റെ ഭാഗങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓരോ പൂവും ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിക്കൂ. പട്ടികയിലൂടെ തിരിച്ചറിഞ്ഞ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ നിരീക്ഷിച്ച പൂവിൽ കാണാൻ കഴിയുന്നുണ്ടോ?
നിങ്ങൾ നിരീക്ഷിച്ച ഒരു പൂവിൻ്റെ ഭാഗങ്ങൾ സൂക്ഷ്മമായി വേർതിരിച്ച് ഒരു വെള്ള പേപ്പറിൽ വെച്ച് പ്രദർശിപ്പിക്കൂ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്കുള്ള പരീക്ഷണങ്ങളാണ്. ഇപ്പോൾ LP UP ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും ഇത് അറിഞ്ഞിരിക്കണം. ടീച്ചറുടെ സഹായത്തോടെ ജനിപുടം നെടുകെ മുറിച്ച് ഭാഗങ്ങൾ ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിക്കൂ. നിങ്ങൾ പ്രദർശിപ്പിച്ച പൂവിൽ വിതളപുടം, ദളപുടം, കേസരപുടം, ജനിപുടം എന്നീ 4 ഭാഗങ്ങൾ കാണുന്നുണ്ടോ? അപ്പോൾ ഒരു പൂവിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഏതൊക്കെ? വിതളപുടം, ദളപുടം, കേസരപുടം, ജനിപുടം. അപ്പോൾ ഈ 4 ഭാഗങ്ങൾ ചെടികൾക്ക് പ്രധാനമായിട്ടും ഉണ്ടാവും. ഇനി നമ്മൾ പറയുന്നത് അടുത്ത് എന്താണ്? പൂർണ്ണ പുഷ്പം അല്ലെങ്കിൽ കംപ്ലീറ്റ് ഫ്ലവർ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. വിതളപുടം, ദളപുടം, കേസരപുടം, ജനിപുടം എന്നീ 4 ഭാഗങ്ങളാണ് ഒരു പൂവിൽ പ്രധാനമായും കാണുന്നത്. അപ്പോൾ നമ്മളൊരു പൂവ് എടുക്കുകയാണെങ്കിൽ ആ പൂവിൽ എന്തൊക്കെ കാണും? ആ പൂവിൽ പ്രധാനമായിട്ട് 4 ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. അതാണ് ഈ വിതളപുടവും, ദളപുടവും, അതുപോലെ ജനിപുടവും, കേസരപുടവും. ഇനി ഈ 4 ഭാഗങ്ങളുമുള്ള പൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പൂർണ്ണ പുഷ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പൂർണ്ണ പുഷ്പം ആവണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? ഈ 4 ഘടകങ്ങൾ അതിലുണ്ടായിരിക്കണം. വിതളപുടം, അതുപോലെ ദളപുടം, കേസരപുടം, ജനിപുടം. ഇനി കുട്ടികൾക്ക് തന്നെ ഒരു പ്രോജക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ പുഷ്പങ്ങളും പൂർണ്ണ പുഷ്പങ്ങളാണോ? അപ്പം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം എല്ലാ പുഷ്പങ്ങളും എന്തല്ല, പൂർണ്ണ പുഷ്പങ്ങളല്ല. പല പുഷ്പങ്ങളും പല വ്യത്യാസങ്ങളുമുണ്ട്. വീട്ടിലെയും സ്കൂളിലെയും വിവിധയിനം പൂക്കൾ നിരീക്ഷിക്കാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഓരോ പൂവിനും ഉള്ള കോളങ്ങളൊക്കെ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പൂക്കാത്ത സസ്യങ്ങളുണ്ട്. അപ്പോൾ പൂർണ്ണ പുഷ്പമുണ്ട്, ഒരു കംപ്ലീറ്റ് ഫ്ലവർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ളത് പൂക്കാത്ത സസ്യങ്ങളുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാ ചെടികളും പുഷ്പിക്കുമോ? അപ്പം നമുക്കറിയാം എല്ലാ ചെടികളും പുഷ്പിക്കൂലല്ലേ. എല്ലാ ചെടികളും പുഷ്പിക്കുമെങ്കിൽ ഈ ലോകം മൊത്തം പൂക്കൾ കൊണ്ട് വിരിയുമായിരുന്നു. പൂക്കാത്ത ചെടികൾ നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ ഉണ്ടോ? സസ്യലോകത്ത് പൂക്കുന്ന സസ്യങ്ങൾ മാത്രമല്ല പൂക്കാത്തവയുമുണ്ട്. അപ്പോൾ ഇവിടെ പൂക്കാത്ത സസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചില ചിത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ പൂക്കാത്ത സസ്യങ്ങളെ ആണ് ഏതൊക്കെയാണ്? പൈൻ, ഈ ഒരു പൈൻ മരം ഇത് പൂക്കത്തില്ല. നമ്മുടെ എന്താണ് സൈക്കസ് അല്ലെങ്കിൽ നമ്മൾ സർപ്പഗന്ധി എന്നൊക്കെ പറയും. സർപ്പഗന്ധിയല്ല, ഇതല്ല. അപ്പോൾ സൈക്കസ്. അപ്പോൾ ഈ ഒരു സൈക്കസ് നമ്മുടെ തെങ്ങോലയുടെ ആ ഒരു മോഡലിലുള്ളതാണ് ഈ സൈക്കസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ സൈക്കസും എന്താണ് പൂക്കാത്ത സസ്യമാണ്. ഇനി നമ്മൾ ഇതൊക്കെ നമ്മുടെ ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ഈ പന്നൽ എന്ന് പറയുന്ന ഈ ഒരു ചെടി, ഫേൺസ് അല്ലെങ്കിൽ പന്നൽ എന്ന് പറയും. ഇത് ചെടി ധാരാളം പായലൊക്കെ ഉള്ള സ്ഥലത്ത് ഇങ്ങനെ പിടിച്ച് നിൽക്കാറുണ്ട്. അപ്പോൾ ഇതാണ് പന്നൽ, പായലെന്നൊക്കെ പറയും പോലെ അത് പായലുള്ള സ്ഥലത്ത് കൂടുതൽ കാണാറുള്ള ചെടിയാണ് ഈ പന്നൽ എന്ന് പറയുന്നത്. ഇവ കൂടാതെ പായലുകൾ പോലെയുള്ള ചെറു സസ്യങ്ങളും പുഷ്പിക്കാറില്ല. നിങ്ങളുടെ സ്കൂൾ ഉദ്യാനം സന്ദർശിച്ച് പൂക്കാത്ത സസ്യങ്ങൾ ഏതെല്ലാമെന്ന് കണ്ടെത്താനും പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പറയുന്നത് ഇവിടെ ഒരു നീലക്കുറിഞ്ഞിയുടെ ചിത്രം തന്നിട്ടുണ്ട്. അതിമനോഹരമായി നീലക്കുറിഞ്ഞി പൂത്തു നിൽക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം നീലക്കുറിഞ്ഞിയെക്കുറിച്ച് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്. നീലക്കുറിഞ്ഞി എന്ന് പറഞ്ഞാൽ നീലപ്പൂക്കൾ കൊണ്ട് പശ്ചിമഘട്ട മലനിരകളെ മനോഹരമാക്കുന്ന ഒരു കുറ്റിച്ചെടിയാണ് നീലക്കുറിഞ്ഞി. അപ്പോൾ നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത് ഒരു കുറ്റിച്ചെടിയാണ്. കുറ്റിച്ചെടികൾക്ക് ഉദാഹരണമാണ് നീലക്കുറിഞ്ഞി എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതെവിടെയാണ് കാണപ്പെടുന്നത്? നീലപ്പൂക്കൾ കൊണ്ട് പശ്ചിമഘട്ട മലനിരകളിൽ മനോഹരമാക്കുന്ന കുറ്റിച്ചെടി. അപ്പം ഇത് കാണപ്പെടുന്നത് പ്രധാനമായിട്ടും എവിടെയാണെന്ന് നമുക്ക് മനസ്സിലായി. പശ്ചിമഘട്ട മലനിരകളിലാണ് ഈ ഒരു നീലക്കുറിഞ്ഞി കാണുന്നതെന്ന് നമുക്ക് മനസ്സിലായി. സമുദ്രനിരപ്പിൽ നിന്നും 1200 മീറ്റർ ഉയരത്തിലുള്ള പുൽമേടുകളിലും ചോലവനങ്ങളിലുമാണ് ഇവ വളരുന്നത്. അപ്പോൾ ഇവ വളരുന്നത് എവിടെയായിട്ടാണ്? സമുദ്രനിരപ്പിൽ നിന്നും 1200 മീറ്റർ ഉയരത്തിലുള്ള പുൽമേടുകളിലും ചോലവനങ്ങളിലുമാണ് ഇവ വളരുന്നത്. പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന വിവിധ ഇനം കുറിഞ്ഞികളിൽ ഒന്ന് മാത്രമാണ് നീലക്കുറിഞ്ഞി. അപ്പോൾ ഈ പശ്ചിമഘട്ടത്തിൽ പല തരത്തിലുള്ള കുറിഞ്ഞികൾ കാണപ്പെടുന്നുണ്ട്. അതിലൊരു വിഭാഗമാണ് നമ്മൾ ഈ പറഞ്ഞ നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത്. 12 വർഷത്തിലൊരിക്കൽ കൂട്ടമായി ഇത് പൂവിടുന്നു. അപ്പോൾ ഇവിടെ പ്രത്യേകത എന്താണ്? ഇവർ 12 വർഷത്തിലൊരിക്കലാണ് കൂട്ടമായിട്ട് ഇങ്ങനെ പൂവിട്ട് വരുന്നത്. ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയാണ് ഇവയുടെ പൂക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ
നീലക്കുറിഞ്ഞി പൂക്കുന്നത് ഏത് സമയത്താണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഒക്ടോബർ വരെ, ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയാണ് ഇത് പൂക്കുന്നത്. ഇനി പൂവിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെടികളിൽ പൂക്കൾ ഉണ്ടാകുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? താഴെ കൊടുത്തിരിക്കുന്ന ചിത്രീകരണം വിശകലനം ചെയ്ത് സസ്യങ്ങൾക്ക് പൂക്കൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമെന്ന് കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചെടിയിൽ പൂ, ഇത് നമ്മുടെ തക്കാളി ആണ് കേട്ടോ. അപ്പോൾ ഈ തക്കാളി ചെടിയിൽ പൂ വന്നിട്ട് ഇതിങ്ങനെ കായായിട്ട് പഴുത്ത് നിൽക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇനി അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു എന്താണ് പ്രോസസ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ ഇതിൻ്റെ വിത്തുകൾ ഇത് ചെടിയായി മാറുന്നു. ഇനി ഈ ചെടി എന്ത് ചെയ്യുന്നു? ചെടിയിൽ നിന്ന് നമ്മുടെ സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെ ഇതിൻ്റെ പൂവ് പൂവാണ്. ഇതാണ് തക്കാളിയുടെ പൂവ് എന്ന് പറയുന്നത്. ഈ പൂവിൻ്റെ ഈ അകംഭാഗമുണ്ടല്ലോ, ഇവിടെ നിന്നാണ് എന്തായിട്ട് മാറുന്നത്? ഈ കാണുന്ന ഭാഗമാണ് ഇതൊരു തക്കാളി ചെടിയുടെ ഒരു തക്കാളിയായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ ഇനി നോക്കാം. പൂവിൽ നിന്നും ഫലമുണ്ടാകുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി പൂവിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാകുന്നു? പൂവിൽ നിന്ന് ഫലമുണ്ടാകുന്നു. അപ്പോൾ ഈ ഫലം നമുക്ക് എന്താണ്? നമുക്ക് ഒരു ഫലം, പിന്നെ ഒരു ഫലത്തിൽ നിന്ന് എന്തുണ്ടാകുന്നു? പൂവിൽ നിന്നാണ് ഫലമുണ്ടാകുന്നത്. ഒരു ഫലത്തിൽ നിന്ന് വിത്തുണ്ടാകുന്നു. അപ്പം നമ്മൾ കണ്ടു, ഒരു ഫലം, പൂവിൽ നിന്ന് ആദ്യം ഫലമുണ്ടാകും. ഒരു ഫലത്തിൽ എന്തുണ്ട്? രണ്ടാമത് വിത്തുണ്ടാകുന്നു. ഈ വിത്ത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? അത് വീണ്ടും ചെടിയായി മാറുന്നു. അപ്പം ഇങ്ങനെ പല ഘട്ടമായിട്ടാണ് ഈ ഒരു പൂവ് കായ്ക്കുകയും അത് വീണ്ടും ഫലമുണ്ടാവുകയും അതിൽ നിന്ന് വീണ്ടും ചെടി ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത്. ഇനി ഫലവും വിത്തും, പൂവിൽ നിന്ന് ഫലവും ഫലത്തിനുള്ളിലെ വിത്തിൽ നിന്ന് പുതിയ ചെടിയും ഉണ്ടാകുന്നു. അപ്പോൾ പൂവിൽ നിന്നാണ് ഫലമുണ്ടാകുന്നത്. ഫലത്തിനുള്ളിലെ വിത്തിൽ നിന്ന് എന്തുണ്ടാകുന്നു? പുതിയ ചെടി ഉണ്ടാകുന്നു. അങ്ങനെ ഇതാണ് ചിത്രീകരിച്ച് തന്നിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് പൂവിൽ നിന്ന് ഫലവും വിത്തും ഉണ്ടാകുന്നത്? പ്രത്യുൽപാദനം വഴിയാണ് പൂവിൽ നിന്ന് ഫലവും വിത്തും ഉണ്ടാകുന്നത്. അപ്പോൾ പൂവിൽ നിന്ന് ഫലവും വിത്തും വെറുതെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പം, ഒരു പൂവിൽ നമ്മൾ നോക്കുമ്പം എന്താണ്? അത് പൂവുണ്ടാകുന്നു, അത് കായ്ക്കുന്നു, അത് ഫലമാകുന്നു ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണ്? ഈ പ്രത്യുൽപാദനം വഴിയാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ പൂവിൽ നിന്ന് ഫലവും വിത്തും ഒക്കെ ഉണ്ടാകുന്നത് എങ്ങനെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് പൂവിൻ്റെ പ്രത്യുൽപാദന ഭാഗങ്ങൾ? ഇതുവരെ മനസ്സിലാക്കിയ വിവരങ്ങൾ പ്രയോജനപ്പെടുത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, പ്രത്യുൽപാദന അവയവങ്ങൾ. ആൺ പ്രത്യുൽപാദന അവയവമാണ് കേസരപുടം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി പെൺ പ്രത്യുൽപാദന അവയവം എന്താണ്? ജനിപുടമാണ്. അതാണ് ജനിപുടം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. ഇനി താഴെ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ നിരീക്ഷിച്ച് കേസരത്തിൻ്റെയും ജനിയുടെയും ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കൂ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. അപ്പോൾ കേസരപുടം എന്ന് പറയുമ്പം ഈ കാണുന്നതാണ്. ഈ ഒരു ചെറിയ ഈ രീതിയിൽ പോകുന്ന ഈ ഒരു ഭാഗമാണ് എന്ത്? കേസരപുടം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ ഒരു ഭാഗം ഇതാണ് ജനുപുടം എന്ന് പറയുന്നത്. ഇനി ഇത് കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഓരോ കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പോകുന്നുണ്ടല്ലോ ഈ ഒരു ഭാഗം. ഇതാണ് ഈ ഒരു കട്ടിയുള്ള ഈ ഒരു ഭാഗമാണ് ജനി എന്ന് പറയുന്നത്. ഇനി ഇതാണ് കേസരം എന്ന് പറയുന്നത്. കേസരം, ഈ കാണുന്ന ഈ ഞരമ്പ് പോലെ പോകുന്ന ഇതാണ് കേസരപുടം എന്ന് പറയുന്നത്. ഇനി ഈ കേസരപുടത്തിന് മുകളിലായിട്ടൊരു ഭാഗമുണ്ട്, അതാണ് പരാഗി.
അപ്പോൾ ഈ കാണുന്നതാണ് പരാഗി. അപ്പോൾ ഈ പരാഗിയെ ഒരു ഒരു ഈ ഒരു തണ്ട് പോലെ പോകുന്ന അതിനെ നമ്മൾ തന്തുകം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത്? വേറൊന്നുമല്ല, ഒരു കേസരത്തിന് എന്തൊക്കെയുണ്ട്? തന്തുകമുണ്ട്, പരാഗിയുണ്ട്. ഇനി ജനിക്കാണെങ്കിൽ എന്തൊക്കെയുണ്ട്? ജനിക്ക് ഉള്ളത് പരാഗണ സ്ഥലമുണ്ട്, ജനിദണ്ഡ് ഉണ്ട്, അണ്ഡാശയമുണ്ട്, അതുപോലെ ഓവ്യൂൾ ഉണ്ട്. അതാണ് ജനിക്കുള്ളത്. അപ്പോൾ ജനിക്ക് പ്രധാനമായിട്ടും 4 ഭാഗങ്ങളുണ്ട്. കേസരത്തിനാണെങ്കിൽ പരാഗിയും തന്തുകവുമാണ് ഉള്ളത്. അപ്പോൾ ചെമ്പരത്തി പൂവിൻ്റെ കേസരപുടം, ജനിപുടം എന്നിവ ഹാൻലെൻസ്, മൈക്രോസ്കോപ്പ് എന്നിവ ഉപയോഗിച്ച് നിരീക്ഷിക്കാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേസരപുടം എന്ന് പറഞ്ഞാൽ എന്താണ്? കേസരങ്ങൾ ചേർന്നതാണ് കേസരപുടം. കേസരത്തിന് തന്തുകം, പരാഗി എന്നീ ഭാഗങ്ങളുണ്ട്. അപ്പോൾ കേസരത്തിന് എന്തൊക്കെയുണ്ട്? കേസരപുടത്തിന് 2 ഭാഗങ്ങളുണ്ട്. അത് ഓർത്ത് വയ്ക്കുക. അത് തന്തുകവും പരാഗിയുമാണ്. പരാഗിയിലെ അറകളിലാണ് പരാഗരേണുക്കൾ ഉള്ളത്. അപ്പോൾ പരാഗിയിലെ അറകളിലാണ് എന്തുള്ളത്? പരാഗരേണുക്കൾ ഉള്ളത്. പുംബീജത്തെ അല്ലെങ്കിൽ ആൺബീജകോശം, അതിനെയാണ് നമ്മൾ പുംബീജം എന്ന് കൂടി പറയുന്നത്. ഈ പുംബീജത്തെ വഹിക്കുന്ന ഭാഗങ്ങളാണ് പരാഗരേണുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ പരാഗരേണു എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പുംബീജത്തെ വഹിക്കുന്ന ആ ഒരു ഭാഗമാണ് പരാഗരേണുക്കൾ എന്ന് പറയുന്നത്. പുംബീജത്തെ വഹിക്കുന്ന ഭാഗം, അതാണ് പരാഗരേണുക്കൾ. ഇനി നോക്കിയേ, ജനിപുടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൂവിൻ്റെ പെൺപ്രത്യുൽപാദന ഭാഗമാണ് ജനിപുടം. അപ്പോൾ ജനിപുടം എന്താണ്? പൂവിൻ്റെ പെൺപ്രത്യുൽപാദന ഭാഗം. ജനിക്കുക, ജനിയിൽ പരാഗണ സ്ഥലം, ജനിദണ്ഡ്, അണ്ഡാശയം എന്നീ ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഈ ജനിയിൽ എന്തൊക്കെയുണ്ട്? പരാഗണ സ്ഥലമുണ്ട്, ജനിദണ്ഡുണ്ട്, അണ്ഡാശയം, അതുപോലെ പിന്നെ ഓവ്യൂളും കൂടിയുണ്ട് എന്നീ ഭാഗങ്ങളുണ്ട്. ഇനി അണ്ഡാശയത്തിനുള്ളിലെ ഓവ്യൂളിനുള്ളിലാണ് അണ്ഡം അഥവാ പെൺബീജകോശം കാണപ്പെടുന്നത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മുടെ ആർക്കുള്ളത്? ജനിക്കുള്ളത്. അപ്പോൾ ജനിക്ക് 4 ഭാഗങ്ങളുണ്ട്. നമ്മുടെ കേസരപുടത്തിന് എത്രയുള്ളൂ? 2 ഭാഗങ്ങൾ. അത് തന്തുകവും പരാഗിയുമാണ്. അപ്പോൾ പൂവിൻ്റെ പെൺപ്രത്യുൽപാദന ഭാഗമാണ് ജനിപുടം എന്ന് മനസ്സിലായി. ജനിയിൽ എന്തൊക്കെയുണ്ട്? ജനിയിൽ പരാഗണ സ്ഥലമുണ്ട്, ജനിദണ്ഡുണ്ട്, അണ്ഡാശയമുണ്ട്, അണ്ഡാശയത്തിനുള്ളിലായിട്ട് എന്തുമുണ്ട്? ഓവ്യൂളുമുണ്ട്. ഇനി ഏതൊക്കെ ഭാഗങ്ങൾ ചേർന്നതാണ് കേസരമെന്ന് നമ്മൾ പറഞ്ഞു. പരാഗരേണുക്കൾ കാണപ്പെടുന്നത് എവിടെയാണ്? കേസരത്തിലാണ്. ജനിയുടെ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു. അവിടെ എന്താണ് കാണപ്പെടുന്നത്? പെൺബീജം കാണപ്പെടുന്നത് നമ്മുടെ ജനിയിലാണ്. ജനിപുടം, കേസരപുടം എന്നിവയുടെ ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ. ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ ഛേദം വ്യക്തമാക്കുന്ന ചിത്രമാണ് ചുവടെ നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനും പറഞ്ഞിട്ടുണ്ട്. ഇനി അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്നത് ചെമ്പരത്തിപ്പൂവിൻ്റെ ഛേദം ശാസ്ത്ര പുസ്തകത്തിൽ വരച്ച് ഭാഗം അടയാളപ്പെടുത്താൻ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പൂവിൽ ഒന്നിലധികം അണ്ഡാശയങ്ങൾ ഉണ്ടാകുമോ? നിങ്ങളുടെ ഊഹം എന്താണ്? ഒരു പൂവിൽ ഒന്നിലധികം അണ്ഡാശയങ്ങൾ കാണുന്ന പൂക്കളാണ് ചെമ്പകപ്പൂവ്, താമരപ്പൂവ്, സീതപ്പഴപ്പൂവ്, അതുപോലെ അരണമരപ്പൂവ് എന്നിവ. അപ്പോൾ ഒരു പൂവിൽ ഒന്നിലധികം അണ്ഡാശയങ്ങൾ കാണപ്പെടുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ അങ്ങനെ കാണപ്പെടുന്ന പൂവുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. ഏതൊക്കെയാണ്? ചെമ്പകപ്പൂവ്, അതുപോലെ താമരപ്പൂവിലും ഒന്നിലധികം അണ്ഡാശയമുണ്ട്. സീതപ്പഴം കായ്ക്കുന്ന പൂവുണ്ടല്ലോ, സീതപ്പഴപ്പൂവിലും എന്തുണ്ട്? ഒന്നിലധികം അണ്ഡാശയങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ അരണമരപ്പൂവെന്ന് പറഞ്ഞൊരു പൂവുണ്ട്, അതിലും ഒന്നിലധികം അണ്ഡാശയങ്ങളുണ്ട്. അപ്പോൾ ആ പൂക്കളൊക്കെ ഇവിടെ നോക്കാം നമുക്ക്. ഇനി എന്താണ്? പൂക്കളിലും ആണും പെണ്ണുമുണ്ട്. അപ്പോൾ പൂക്കളിൽ ആണും പെണ്ണുമുണ്ടോ? നിങ്ങൾ നിരീക്ഷിച്ച എല്ലാ പൂക്കളിലും കേസരപുടവും ജനിപുടവും ഒരേ പൂവിൽ കാണുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ ഒരു പ്രവർത്തനം ഗ്രൂപ്പിൽ ചെയ്താലോ? അപ്പോൾ ഒരേ പൂവിൽ, ഇപ്പോൾ നമ്മൾ ചെമ്പരത്തി പൂവിലൊക്കെയാണ് കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഇനി എല്ലാ പൂക്കളിലും കേസരപുടവും ജനിപുടവും ഒരേ പൂവിൽ തന്നെയാണോ കാണുന്നത്? അപ്പം നമുക്ക് നോക്കാം. നിങ്ങൾ നിരീക്ഷിച്ച എല്ലാ പൂക്കളിലും കേസരപുടവും ജനിപുടവും ഒരേ പൂവിലാണോ കാണുന്നത്? അപ്പോൾ അതിന് വേണ്ട നമ്മൾ കണ്ടെത്തുക ഒരു പരീക്ഷണമാണ്. വെണ്ട, മത്തൻ എന്നിവയുടെ പൂക്കൾ ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് നോക്കണം.
വെണ്ടയുടെ പൂക്കളും മത്തൻ പൂക്കളും നിരീക്ഷിക്കൂ. അവയുടെ കേസരപുടം, ജനിപുടം എന്നീ ഭാഗങ്ങൾ കണ്ടെത്തൂ. രണ്ട് പൂക്കളിലും കേസരപുടവും ജനിപുടവും ഒരേ പൂവിൽ തന്നെയാണോ കാണുന്നത്? അപ്പോൾ രണ്ട് പൂക്കളും ഇക്കാര്യത്തിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുകൂടി നമുക്ക് നോക്കാം. അപ്പോൾ അതാ വെണ്ടയുടെ പൂവ് ഇവിടെ തന്നിട്ടുണ്ട്. വെണ്ടയുടെ പൂവ് ഇതാ ഈ കാണുന്നതാണ് വെണ്ടയുടെ പൂവ്. ഇനി ഇതേ നോക്കി, ഈ കാണുന്നതാണ് മത്തൻ്റെ പൂവ് എന്ന് പറയുന്നത്. അപ്പോൾ മത്തൻ പൂക്കളെന്ന് അപ്പോൾ വെണ്ടയുടെ പൂവിലും മത്തൻ്റെ പൂക്കളും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ രണ്ടും നിരീക്ഷിച്ച് രണ്ട് പൂക്കളിലും കേസരപുടവും ജനിപുടവും ഒരേ പൂവിൽ തന്നെയാണോ കാണുന്നത്, രണ്ട് പൂക്കളും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെണ്ടയുടെ പൂവ് അതുപോലെ മത്തൻ്റെ പൂവ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വെണ്ടയുടെ പൂവ്. വെണ്ടയുടെ പൂവിൽ എന്തുണ്ട്? ജനിപുടവും കേസരപുടവും ഒരേ പൂവിൽ തന്നെയാണ്. ഇനി മത്തൻ്റെതാണെങ്കിലോ രണ്ട് പൂക്കളാണല്ലേ മത്തൻ്റെത്, ജനിപുടവും കേസരപുടവും. ഇതാണ് കേസരപുടം, ഇത് ജനിപുടം. ജനിപുടത്തിൻ്റെ പ്രത്യേകത ഇതാണ് കായ്ക്കുന്നത്, മത്തനിൽ കായ്ക്കുന്ന ഭാഗം ഇതാണ്. അപ്പോൾ പെൺപൂക്കളാണ് കായ്ക്കുന്നത്, അതുകൊണ്ടാണ് മത്തൻ്റെ പൂക്കളിൽ രണ്ടും രണ്ടതായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പൂവ് നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വെണ്ടയിൽ കേസരപുടവും ജനിപുടവും ഒരേ പൂവിൽ കാണപ്പെടുന്നു. അപ്പോൾ വെണ്ടയുടെ പ്രത്യേകത എന്താണ്? വെണ്ടയിൽ കേസരപുടവും ജനിപുടവും ഒരേ പൂവിലാണ് കാണപ്പെടുന്നത്. ഇനി മത്തനിലാണെങ്കിലോ കേസരപുടവും ജനിപുടവും വെവ്വേറെ കാണപ്പെടുന്നു. അപ്പോൾ രണ്ടും രണ്ടതായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ അതാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനി കേസരപുടവും ജനിപുടവും ഒരേ പൂവിൽ കാണപ്പെടുന്ന സസ്യങ്ങളുണ്ട്. കേസരപുടവും ജനിപുടവും പ്രത്യേകം പൂക്കളിൽ കാണപ്പെടുന്ന സസ്യങ്ങളും ഉണ്ടെന്ന് പട്ടിക വിശകലനം ചെയ്തതിലൂടെ മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കറിയാം എന്താണ്, കേസരപുടവും ജനിപുടവും ഒരേ ഇതിൽ കാണുന്ന പൂക്കളുമുണ്ട്, രണ്ടും വെവ്വേറെ കാണുന്ന പൂക്കളുമുണ്ട്. കേസരപുടം മാത്രം കാണപ്പെടുന്ന പൂക്കളാണ് ആൺപൂക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ആൺപൂക്കൾ എന്ന് പറഞ്ഞാൽ അതിന് ഒന്ന് മാത്രമേ കാണത്തുള്ളൂ, അതാണ് കേസരപുടം മാത്രമുള്ളത് ആൺപൂക്കൾ. ഇനി എന്താണ് പെൺപൂവ് എന്ന് പറഞ്ഞാൽ ജനിപുടം മാത്രമുള്ളതാണ് പെൺപൂവ് എന്ന് പറയുന്നത്. അപ്പോൾ ആൺപൂവിനെയും പെൺപൂവിനെയും ഏകലിംഗ പുഷ്പങ്ങൾ എന്ന് വിളിക്കാമോ? അപ്പോൾ ആൺപൂവിനെയും പെൺപൂവിനെയും ഏകലിംഗ പുഷ്പങ്ങൾ എന്ന് വിളിക്കാമോ? മത്തൻ്റെ പൂക്കൾ ഏകലിംഗ പുഷ്പങ്ങളാണോ? ചർച്ച ചെയ്ത് എഴുതാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെണ്ടയുടെ പൂവിൽ കേസരപുടവും ജനിപുടവും ഒരേ പൂവിലാണ് കാണപ്പെടുന്നതെന്ന് നമ്മൾ കണ്ടു. ഇനി വെണ്ടയുടെ പൂവ് ഏകലിംഗ പുഷ്പമാണോ ദ്വിലിംഗ പുഷ്പമാണോ എന്തുകൊണ്ട് ചർച്ച ചെയ്ത് നിഗമനം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഏകലിംഗമെന്നും എന്താണ് ദ്വിലിംഗ പുഷ്പങ്ങളെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് എന്താണ് നമുക്ക് പറയാം. ഏകലിംഗ പുഷ്പം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഏകലിംഗ പുഷ്പങ്ങൾ എന്താണ്? കേസരപുടം, ജനിപുടം ഇവയിൽ ഏതെങ്കിലും ഒന്ന് മാത്രം കാണപ്പെടുന്ന പൂക്കളെയാണ് നമ്മൾ ഏകലിംഗ പുഷ്പങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒന്നുകിൽ കേസരപുടം മാത്രമേ കാണപ്പെടുള്ളൂ, അതല്ലെങ്കിൽ ജനിപുടം മാത്രമേ കാണപ്പെടുള്ളൂ. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് മാത്രം കാണപ്പെടുന്ന പുഷ്പങ്ങളാണ് ഏകലിംഗ പുഷ്പങ്ങൾ. ഇനി ഒരു പൂവിൽ തന്നെ കേസരപുടവും ജനിപുടവും കാണപ്പെടുന്ന പുഷ്പങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ദ്വിലിംഗ പുഷ്പങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ മത്തൻ എന്ന് പറയുന്നത് ഏകലിംഗ പുഷ്പമാണെന്ന് പറയാം, അതുപോലെ വെണ്ട എന്ന് പറയുന്നത് ദ്വിലിംഗ പുഷ്പമാണെന്ന് പറയാം. ഇനി നമ്മൾ ചുറ്റുപാടുമുള്ള പൂക്കൾ നിരീക്ഷിച്ച് ഏകലിംഗ പുഷ്പങ്ങളെയും ദ്വിലിംഗ പുഷ്പങ്ങളെയും കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകലിംഗ പുഷ്പങ്ങൾ പാവൽ എന്ന് പറയുമ്പം ഏകലിംഗ പുഷ്പമാണ്. അതിൽ പൂ വരുമ്പോൾ തന്നെ നമുക്കറിയാം കായ ഉണ്ടാകുന്ന പൂവ് ഏതിലാണ് വരുന്നത്. അപ്പോൾ രണ്ടും രണ്ടാണ്, ആൺപൂവും പെൺപൂവും അതിൽ കാണപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഏകലിംഗ പുഷ്പമാണെന്ന് പറയാം. ഇനി ചെമ്പരത്തി എന്ന് പറയുന്നത് ദ്വിലിംഗ പുഷ്പമാണ്. അതുപോലെ വെണ്ടയ്ക്കുള്ളത് ദ്വിലിംഗ പുഷ്പമാണ്. ഇനി മത്തൻ ഏകലിംഗ പുഷ്പമാണ്. പടവലം അങ്ങനെയൊക്കെയുള്ളത് അതെല്ലാം ഏകലിംഗ പുഷ്പത്തിൽ വരുന്നതാണ്. ഇനി നമ്മൾ പറയുന്നത് ചെടികളിലും ആണും പെണ്ണുമുണ്ട്. ആൺപൂക്കൾ മാത്രം കാണുന്ന സസ്യങ്ങളും പെൺപൂക്കൾ മാത്രം കാണുന്ന സസ്യങ്ങളും ഉണ്ടാകുമോ? അപ്പോൾ ചെടികളിലുമുണ്ട് ആൺപൂക്കൾ മാത്രം ഉണ്ടാകുന്ന സസ്യങ്ങളുമുണ്ട്, പെൺപൂക്കൾ മാത്രം ഉണ്ടാകുന്ന സസ്യങ്ങളുമുണ്ട്. ആൺപൂക്കൾ മാത്രം കാണുന്ന സസ്യങ്ങളും പെൺപൂക്കൾ മാത്രം കാണുന്ന സസ്യങ്ങളും നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ആൺപൂക്കൾ മാത്രം കാണുന്ന സസ്യങ്ങളെ ആൺ സസ്യങ്ങളെന്നും പെൺപൂക്കൾ മാത്രം കാണുന്ന സസ്യങ്ങളെ പെൺസസ്യങ്ങൾ എന്നും പറയുന്നു. അപ്പം നമുക്ക് ആ പേരിൽ തന്നെയുണ്ട്, ആൺപൂക്കൾ മാത്രമാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും?
ആൺ സസ്യങ്ങളെന്ന് പറയും. പെൺപൂക്കൾ മാത്രമുള്ള സസ്യമാണെങ്കിൽ പെൺസസ്യങ്ങളെന്നും പറയും. ആൺപൂക്കൾ ഇനി ഏകലിംഗ സസ്യങ്ങളും ദ്വിലിംഗ സസ്യങ്ങളുമാണ് നമ്മൾ പറയുന്നത്. ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെ സസ്യങ്ങളിലാണ് കാണുന്നതെങ്കിൽ അത്തരം സസ്യങ്ങളെ ഏകലിംഗ സസ്യങ്ങളെന്ന് പറയുന്നു. നമ്മൾ നേരത്തെ ഏകലിംഗ പുഷ്പവും ദ്വിലിംഗ പുഷ്പവും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഏകലിംഗ സസ്യങ്ങളുമുണ്ട്, ദ്വിലിംഗ സസ്യങ്ങളുമുണ്ട്. അപ്പോൾ എന്താണ്, ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെ സസ്യങ്ങളിലാണ് കാണുന്നതെങ്കിൽ അത്തരം സസ്യങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം, ഏകലിംഗ സസ്യങ്ങളെന്ന് പറയാം. ഇനി ഏകലിംഗ സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് ഈന്തപ്പന, കുടംപുളി, ജാതി, പപ്പായ എന്നിവ. അപ്പോൾ ഏകലിംഗ സസ്യം എന്ന് പറയുമ്പം അവിടെ എന്തുണ്ട്, ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെ സസ്യങ്ങളിലാണ് കാണപ്പെടുന്നത്. അതാണ് എന്ത്, ഏകലിംഗ സസ്യങ്ങളെന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഏകലിംഗ സസ്യങ്ങൾക്ക് ഉദാഹരണം അത് ചോദിക്കാം. ഈന്തപ്പന എന്ന് പറയുന്നത് ഏകലിംഗ സസ്യമാണ്. അതുപോലെ കുടംപുളി, ജാതി, പപ്പായ എന്നിവ ഏകലിംഗ സസ്യങ്ങളാണ്. അപ്പോൾ ഒരു സസ്യത്തിൽ തന്നെ ആൺപൂക്കളും പെൺപൂക്കളും കാണപ്പെടുന്ന സസ്യങ്ങളാണ് ദ്വിലിംഗ സസ്യങ്ങൾ. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഒരു സസ്യത്തിൽ തന്നെ ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾക്ക് എന്ത് പറയാം, ദ്വിലിംഗ സസ്യങ്ങളെന്ന് പറയാം. വെള്ളരി, മത്തൻ, കുമ്പളം, പടവലം, തെങ്ങ് തുടങ്ങിയവ ദ്വിലിംഗ സസ്യങ്ങളാണ്. ദ്വിലിംഗ സസ്യങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം, വെള്ളരി, മത്തൻ, കുമ്പളം, പടവലം, തെങ്ങ് തുടങ്ങിയവ ദ്വിലിംഗ സസ്യങ്ങളാണ്. ഏകലിംഗ സസ്യങ്ങൾക്കും ദ്വിലിംഗ സസ്യങ്ങൾക്കും കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി പൂക്കളിലെ പ്രത്യുൽപാദന അവയവങ്ങളെക്കുറിച്ചും അവയുടെ ധർമ്മങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. പൂവിൽ നിന്ന് വിത്തുണ്ടാകണമെങ്കിൽ പുംബീജവും അണ്ഡവും യോജിക്കണ്ടേ. അപ്പോൾ നമ്മുടെ പൂവിൽ നിന്ന് വിത്തുണ്ടാകണമെങ്കിൽ എന്ത് വേണം, പുംബീജവും വേണം, അണ്ഡവും വേണം. ഇവ തമ്മിൽ യോജിക്കുകയും വേണം. എങ്ങനെയൊക്കെ ഇത് സാധ്യമാകുന്നത്, ഇനി എങ്ങനെയൊക്കെയാണ് ഇത് സാധ്യമാകുന്നതെന്ന് നമ്മൾ നോക്കുന്നു. പുംബീജം പരാഗരേണുക്കളിലും അണ്ഡം അണ്ഡാശയത്തിലുമാണ് കാണപ്പെടുന്നത്. അപ്പോൾ പുംബീജം കാണപ്പെടുന്നത് എവിടെയാണ്, പരാഗരേണുക്കളിലാണെന്ന് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു. അണ്ഡം കാണപ്പെടുന്നത് അണ്ഡാശയത്തിലുമാണ്. പുംബീജവും അണ്ഡവും തമ്മിൽ യോജിക്കണമെങ്കിൽ പരാഗരേണുക്കൾ ജനിപുടത്തിലെ പരാഗണ സ്ഥലത്ത് പതിക്കേണ്ടതില്ലേ. അപ്പോൾ നമ്മുടെ ഈ പുംബീജവും അണ്ഡവും തമ്മിൽ യോജിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ പുംബീജത്തിൽ കാണപ്പെടുന്ന പരാഗരേണുക്കൾ എവിടെയാ, ജനിപുടത്തിലെ പരാഗണ സ്ഥലത്ത് പതിക്കണം. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇനി അടുത്ത് പറയുന്നത് നമ്മുടെ പരാഗണം എന്താണെന്നാണ്. പരാഗണത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് പരാഗണം മുതൽ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ അടുത്ത പാർട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക്